നമസ്കാരം. ഈ മാസം 23-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനിരിക്കെ ഇതുവരെ 25 ലക്ഷത്തിലധികം ആളുകൾ, അതായത് 25,112 പേർ എന്യൂമറേഷൻ ഫോം തിരിച്ചേൽപ്പിച്ചിട്ടില്ല. അതായത് 25 ലക്ഷത്തിലധികം ആളുകൾ പുറത്താകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി. ഇത് മൊത്തത്തിലുള്ള വോട്ടർമാരുടെ കണക്ക് നോക്കിയാൽ 8.98% ഈ 25,112 എന്ന് പറയുന്ന കണക്ക്. ഇതിൽ തന്നെ 6,44,547 ആളുകൾ, അതായത് 2.31% അവർ മരണപ്പെട്ടു എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. 7,11,958 പേരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 8,19,346 ആളുകൾ താമസം മാറിയ വിഭാഗത്തിൽപ്പെടുന്നു. അതായത് അവർ സ്ഥിരമായി താമസം മാറിയിരിക്കുന്നു. 1,31,530 ആളുകൾക്ക് അവർക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുണ്ട്. അങ്ങനെയാണ് അവരെ ഒഴിവാക്കിയിട്ടുള്ളത്. അവരിത് ഈ എന്യൂമറേഷൻ ഫോം തിരിച്ചേൽപ്പിക്കാത്ത ആളുകളുടെ കണക്കിൽ അവർ ഉൾപ്പെട്ടത് അങ്ങനെയാണ്. 1,93,631 ആളുകൾ വിവിധ കാരണങ്ങളാൽ അവർ എന്യൂമറേഷൻ ഫോം തിരിച്ചെത്തിച്ചിട്ടില്ല എന്നതാണ് ഇവിടെ കണക്ക്, ഈ പുറത്തുവിട്ട കണക്കുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം. ഡിസംബർ 6-ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച ഒരു യോഗത്തിൽ ഇവിടെ 20 ലക്ഷം ആളുകളാണ് ഈ എന്യൂമറേഷൻ ഫോം തിരിച്ചേൽപ്പിക്കാത്ത ആളുകളുടെ പട്ടികയിൽ, അത്രയും ആളുകളാണ് ഉൾപ്പെട്ടിരുന്നതെങ്കിൽ 10 ദിവസം കൊണ്ട് അത് 5 ലക്ഷം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും 25 ലക്ഷം ആളുകൾ നിലവിലെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. വിവിധ കാരണങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ടെങ്കിലും അക്കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മരണപ്പെട്ട ആളുകളുടെ കണക്കുകൾ കൃത്യമായി രേഖകൾ പരിശോധിക്കാതെയാണ്, അതുപോലെ തന്നെ സ്ഥിരമായി താമസം മാറി എന്ന് പറയുന്ന കണക്കുകളൊക്കെ കൃത്യമായി രേഖകൾ പരിശോധിക്കാതെയാണ് BLOമാർ നൽകിയിരിക്കുന്നത് എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും ബൂത്ത് തിരിച്ചുള്ള കണക്കുകൾ പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മാസം 23-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ നിലവിലെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായിട്ടുള്ള ആളുകൾ അവർ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കേണ്ടവരാണെങ്കിൽ എന്തൊക്കെ രേഖകൾ സമർപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അപ്പോൾ അതാത് വ്യക്തികൾക്ക് നൽകുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു പോയിട്ടുള്ള ആളുകളുടെ പേര് വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. എന്തായാലും സംശയിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് വോട്ടർ പട്ടികയിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ, അതായത് 8.98% എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു കണക്കാണ്. അങ്ങനെ വലിയ ഒരു വിഭാഗം ആളുകൾ പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്താണോ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ കേരളം പിടിക്കുന്നതിന് വേണ്ടി BJP ഉദ്ദേശിച്ചത്, എന്താണോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിച്ചത്, അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇവിടെ BLOമാരുമായി ചില ആളുകളുമായി ഞാൻ ഇക്കാര്യം സംസാരിച്ചിരുന്നു. ഇങ്ങനെ ഈ വാർത്തയൊക്കെ വന്ന സാഹചര്യത്തിൽ ഈ വോട്ടർ പട്ടികയിൽ നിന്നും ഇത്രയധികം ആളുകൾ പുറത്തു പോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ചില BLOമാരുമായി സംസാരിച്ചിരുന്നു. എന്തായാലും ഇവിടെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നത് എന്ന വ്യാപക പ്രചരണമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ BLOമാരിൽ നിന്നും ലഭിച്ച വിവരം, ഈ എന്യൂമറേഷൻ ഫോം ഏറ്റവും പെട്ടെന്ന് തന്നെ അത് ഫില്ല് ചെയ്ത് തിരിച്ചേൽപ്പിച്ച വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഏറ്റവും കൂടുതൽ ആളുകൾ അത് മുസ്ലിങ്ങളായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് അവർക്ക് കൃത്യമായി എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുമോ, പൗരത്വ വിഷയം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഭയം ഇത്തരത്തിലുള്ള ഫോമുകൾ എത്രയും പെട്ടെന്ന് തിരിച്ചേൽപ്പിക്കാൻ കാരണമായിട്ടുണ്ട് എന്ന കാര്യമാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തു പോകുന്ന ഒരു സാഹചര്യമില്ല. ഏറ്റവും അധികം ഈ ഫോമുകൾ തിരിച്ചേൽപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ കാണിച്ചത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്ന ഒരു കാര്യമാണ് BLOമാരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.